മരണശേഷമുള്ള യാഥാർത്ഥ്യങ്ങളായ സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നിവയെക്കുറിച്ച് വികാരിയച്ഛൻ വാചാലമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കേട്ടുകൊണ്ടിരുന്ന കുട്ടിക്കൊരു സംശയം. ഇതൊന്നും കണ്ടിട്ടില്ലാത്ത അച്ഛന് എന്ത് ഷുവർട്ടിയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച്? ചോദ്യം വളരെ വാസ്തവമാണ്. നമ്മൾ ആരും തന്നെ ഇത് കണ്ടിട്ടില്ല. പക്ഷെ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഈശോയുടെ ഉത്ഥാനമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ദനഹാകാലം അവസാന വെള്ളിയാഴ്ച സകല മരിച്ചവരെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. പാശ്ചാത്യ സഭയിൽ നവംബർ 2-ാം തീയതി ഓൾ സോൾസ് ഡേ എന്നീ പ്രത്യേക ദിവസം മാറ്റിവെച്ചുകൊണ്ട് നാം മരിച്ചവരെ അനുസ്മരിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ മരിച്ചവരെ അനുസ്മരിക്കുന്നത്? അല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? പഴയ നിയമ പുസ്തകത്തിൽ 2-ാം മക്കബായറിൽ നാം കാണുന്ന ഒരു രംഗമുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിക്കുന്ന യൂദാസിൻ്റെ രംഗം. അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അപ്രയും പിതാവും പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സ്വർഗപ്രാപ്തിക്ക് അത് കൂടുതൽ ഫലപ്രദമാകും എന്നുള്ളതാണ്. രണ്ടാമതായി, മരണം എന്നുള്ളത് എല്ലാവർക്കുമുള്ള യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് ആർക്കും എക്സെപ്ഷനോ ഡിസ്പെൻസേഷനോ ഒന്നുമില്ല. എല്ലാവരും മരിക്കുമെന്നുള്ളതാണ്. സ്റ്റീവ് ജോബ്സ് പറഞ്ഞതുപോലെ, ലീവ് ഈച്ച് ഡേ ആസ് ഇഫ് ഇറ്റ് ഈസ് യുവർ ലാസ്റ്റ്. ഓരോ ദിവസവും നമ്മുടെ അവസാന ദിവസമായി കണ്ട് സംതൃപ്തിയോടെ ജീവിക്കുക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നിത്യതയിൽ കണ്ണും നട്ട് സ്വർഗത്തിലേക്ക് ലക്ഷ്യം പെട്ടുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും സംതൃപ്തിയോടെ ജീവിക്കാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്രകാരം അവരുടെ സ്വർഗപ്രാപ്തിക്ക് അത് കൂടുതൽ സഹായകരമാകും. മരിച്ചവരെ അനുസ്മരിക്കുന്ന ഈ ദിവസം കൂടുതൽ പ്രത്യാശയോടെ ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.